കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ രൂപ നോട്ടുകൾ നിരോധിക്കുകയാണ്. നോട്ട് നിരോധനം എവിടെയാണെന്നല്ലേ? മലയാളിയുടെ സ്വന്തം ഇടത്ത് തന്നെ. ലോട്ടറി കഴിഞ്ഞാൽ ഇടത് സർക്കാരിന്റെ ഏക ജനകീയ കൃഷിയിടവും സർക്കാരിന്റെ ഏക വരുമാന മാർഗവുമായ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ അങ്ങനെ നോട്ടുകൾ ഇനി കൊണ്ടുവരാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യും? സംസ്ഥാനത്തെ ബെവ്കയുടെ ബിവറേജ് കോർപ്പറേഷന്റെ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിൽ തിങ്കളാഴ്ച മുതൽ നോട്ടുകൾ സ്വീകരിക്കില്ല. സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ബെവ്കോ MD ഹർഷിത അട്ടലൂരി IPS നൽകിയ ആ നിർദ്ദേശമാണ് മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിലും പൂർണ്ണമായും ക്യാഷ്ലെസ് രീതിയിൽ മാത്രമേ മദ്യവിൽപ്പന നടത്താവൂ എന്നത്. ഇത് പ്രകാരം ഇനി ഈ പ്രീമിയം കൗണ്ടറുകളിൽ UPI, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് എന്നിവ വഴി മാത്രമാകും ഉപഭോക്താക്കൾക്ക് മദ്യം വാങ്ങാൻ കഴിയുക. പണം നേരിട്ട് സ്വീകരിക്കരുതെന്നും ഈ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇടത് സർക്കാർ മൊത്തം ഡിജിറ്റലൈസ് ആയിരിക്കുന്നു. എവിടെ? നമ്മുടെ ബെവ്കോ കൗണ്ടറുകളിൽ. അവിടെ ക്യൂ നിൽക്കുന്നവൻ ഇനി UPI അല്ലെങ്കിൽ ഗൂഗിൾ പേയുമായി ക്യൂ നിൽക്കേണ്ടി വരും. ബെവ്കോ പ്രീമിയം കൗണ്ടറുകളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം നമ്മുടെ അതിഥി തൊഴിലാളികൾ തന്നെയാണ്. നോട്ട് കെട്ടുകളുമായി വന്ന ബംഗാളികൾക്കും ഇനി അബദ്ധം പറ്റരുതെന്ന് സർക്കാരിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുന്നതിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇനി പണം സ്വീകരിക്കില്ല എന്ന് ബെവ്കോയുടെ ഔട്ട്ലെറ്റിന് മുന്നിൽ ഹിന്ദി അടക്കം ഭാഷകളിലാണ് എഴുതി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 15 മുതലാണ് ഈ സംവിധാനത്തിൽ മാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ക്യാഷ് കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട്, സുരക്ഷാ പ്രശ്നങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിനും ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് തീരുമാനമെടുത്തു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരാം? ബസ് യാത്രകളിൽ KSRTCയിൽ അത് വളരെ വിജയകരമായി നടപ്പാക്കുന്നുണ്ട്, കാർഡ് സംവിധാനം. അതുപോലെ മറ്റെന്തെല്ലാം വകുപ്പുകളിൽ കൊണ്ടുവരാം? അപ്പോൾ ഏറ്റവും കൂടുതൽ പണം വരുന്നത് ബിവറേജ് കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ബിവറേജ് കോർപ്പറേഷന്റെ പ്രീമിയം ഔട്ട്ലെറ്റുകൾ വഴി ഇനി ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ മതി എന്ന് സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, മദ്യത്തിന് ബിവറേജ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മദ്യത്തിന് 20 രൂപ, ഏത് കുപ്പിക്കായാലും 20 രൂപ കൂട്ടിയതും നമ്മുടെ ഇടത് സർക്കാരാണ്. അതും സർക്കാരിന്റെ നേട്ടങ്ങളിൽ ഒന്നാണ്. ഈ 20 രൂപ ഈടാക്കി വാങ്ങുന്ന സ്റ്റിക്കർ ഒട്ടിച്ച ആ മദ്യക്കുപ്പി അത് ഒഴിയുമ്പോൾ അതേ ബെവ്കോയിൽ തന്നെ കൊണ്ടു കൊടുക്കണം. അല്ലാതെ തൊട്ടടുത്തുള്ള ബെവ്കോ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ കൊടുത്താൽ തിരികെ 20 രൂപ തരില്ല. അതേ ഔട്ട്ലെറ്റിൽ തന്നെ ഈ മദ്യപിച്ച ആൾ തിരികെ വന്ന് അതേ ഔട്ട്ലെറ്റിൽ തന്നെ കൊടുക്കണം. എന്തിനാണെന്നറിയില്ലേ? ബിവറേജ് ഔട്ട്ലെറ്റും ഉപഭോക്താവും തമ്മിലൊരു ആത്മബന്ധം സൃഷ്ടിച്ചെടുക്കണം. അതാണ് ജനകീയ ബെവ്കോ ഔട്ട്ലെറ്റുകൾ. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഉപഭോക്താക്കളുമായുള്ള ജനകീയ ഇടപെടൽ അങ്ങനെ ഇടത് സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം പുതിയ പരിഷ്കാരങ്ങളാണെന്നറിയോ ഭരണമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് ഈ സർക്കാരിന്റെ അവസാന കാലത്ത് ഇടത് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്? അതെല്ലാം ഇനി കാത്തിരുന്ന് കാണാം.